മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സംസാരത്തിനിടയിൽ കണ്ണൻ്റെ ഇടതുകാല് ചലിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി തന്നെ ദുർഗയ്ക്കും ഉണ്ണിക്കും കരുണയ്ക്കും ഒക്കെ വല്ലാത്ത ഉൾഭയം ഉണ്ടാകുന്നുണ്ട്. ഇനി തോമസ് ഡോക്ടറുടെ അവിടുത്തെ ചികിത്സ കൊണ്ട് ഇടതുകാലിനും ചലനശേഷി തിരിച്ചു കിട്ടിയോ എന്ന് ആലോചിച്ചിട്ട് ദുർഗയ്ക്കാണെങ്കിൽ അന്ന് കണ്ണൻ എഴുന്നേറ്റ് നടക്കുന്ന ആ ഒരു സ്വപ്നം കണ്ടതോടുകൂടി തന്നെ പാതി തറന്ന അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ കരുണമോളും ഇങ്ങനെയൊരു സംശയം പറഞ്ഞതോടുകൂടി തന്നെ താൻ കണ്ട സ്വപ്നം എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ അത് സത്യമാകാനായി തീരുന്നുണ്ടോ എന്നുള്ളൊരു വല്ലാത്തൊരു ആശങ്കയിലാണ്. തോമസ് ഡോക്ടറുടെ അവിടുത്തെ ചികിത്സ അവസാനിക്കുന്നതോടുകൂടി തന്നെ കണ്ണൻ എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. മാത്രമല്ല കണ്ണനും മഹിക്കും അങ്ങനെയാണെങ്കിൽ കുട്ടികളുണ്ടാവും. പിന്നെ കണ്ണൻ്റെ കണക്കില്ലാത്ത സ്വത്തുക്കളൊന്നും ഒരിക്കലും ഉണ്ണിക്കോ മേഘനോ വന്നു ചേരില്ല എന്നുള്ളൊരു സത്യവും ദുർഗയെയും ഉണ്ണിയെയും കരുണയൊക്കെ വല്ലാത്ത ആശങ്കയിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല മോളെ. കണ്ണൻ വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് നടക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോയാലും വേണ്ടില്ല. എഴുന്നേറ്റ് നടക്കണം എന്നുള്ള ഒരു ആഗ്രഹം അവൻ്റെയും അവളുടെയും ഉള്ളിൽ സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കണം. അവന് കുട്ടികൾ ഉണ്ടാകാത്തിടത്തോളം കാലം എന്നെങ്കിലും ഈ സ്വത്തുക്കളൊക്കെ നമ്മുടെ കൈവശം തന്നെ വന്ന് ചേരേണ്ടതാണ്. നമ്മൾ കണക്ക് കൂട്ടിയതുപോലെയൊക്കെ തന്നെ കാര്യങ്ങൾ സംഭവിക്കണം. എൻ്റെ മരുമകളായ നീ ആയിരിക്കണം കരുണ ഈ കമലേശ്വരം തറവാടിൻ്റെ മഹാറാണി. ആ സ്ഥാനം ഒരിക്കലും മഹാലക്ഷ്മിയിൽ ചെന്നു ചേരാൻ പാടില്ല എന്ന് ദുർഗ പറയുമ്പോൾ അതിനെന്ത് വേണമെന്ന് അമ്മയെ പറയുന്നത്? അവരിങ്ങനെ മാസം തോറും ആ തോമസ് ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്ക് പോയാൽ ഒരു ദിവസം അങ്ങേര് എഴുന്നേറ്റ് നടക്കുന്നത് നമ്മൾ കാണേണ്ടി വരും എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ എന്തായാലും മേഘനും കരുണമോളുടെ അച്ഛനും ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. ആദ്യം കരുണമോളുടെ തോന്നൽ അവൻ്റെ വലതുകാലിന് പോലെ തന്നെ ഇടതുകാലിനും ചലനശേഷി കിട്ടിയിട്ടുണ്ടോ എന്നറിയുകയാണ് ആദ്യം വേണ്ടത് എന്നും ദുർഗ അവരോടായിട്ട് പറയുന്നുണ്ട്. പിന്നീട് സ്വന്തം വീട്ടിലേക്ക് പ്രതാപനെയും മുത്തശ്ശിയും കാണാനായിട്ട് എത്തുകയാണ് കരുണ. അപ്പോൾ എന്തൊക്കെയാണ് മോളെ ഇവിടെ സംഭവിക്കുന്നത്? ഇനി മഞ്ജുവിനെയും സാഗറിനെയും കണ്ണൻ കമലേശ്വരത്ത് കയറ്റി താമസിപ്പിക്കുമോ? അതും കൂടി നമ്മൾ കാണേണ്ടി വരുമോ? കാരണം നമ്മളോടൊക്കെയുള്ള പ്രതികാരം അവനെ അങ്ങനെയൊക്കെയല്ലേ തീർക്കാൻ പറ്റൂ എന്ന് പ്രതാപം പറയുമ്പോൾ അതൊന്നും ഉണ്ടാവില്ലെന്ന് അച്ഛാ തോന്നുന്നത്. മഞ്ജുവും സാഗറും അയാളെയും അവളെയും കാണാൻ ഫിനാൻസീസിൽ ചെന്നപ്പോൾ അവരെ രണ്ടുപേരെയും അനുഗ്രഹിക്കുന്നതിന് പകരം ആട്ടിയിറക്കി വിട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതൊന്നും അല്ല അച്ഛാ അപ്പോൾ വിഷയം. ഞാനും ഉണ്ണിയേട്ടനും അമ്മയും അയാളുമായിട്ട് വാക്കുതർക്കം ഉണ്ടായ സമയത്ത് പെട്ടെന്ന് അയാളുടെ ഇടത് കാലിൽ ചലിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അതാലോചിച്ചിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. അതാണ് ഞാൻ അച്ഛനെയും മുത്തശ്ശിയും കാണാൻ വന്നത് എന്ന് കരുണ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടിത്തരിക്കുന്നുണ്ട് പ്രതാപനും മുത്തശ്ശിയും. അങ്ങനെയാണെങ്കിൽ അത് അപകടമാണല്ലോ മോളെ. അങ്ങനെ അവന് ചലനശേഷി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവർ നമ്മളോട് പറയാതിരിക്കുമോ? നമ്മുടെ മനസ്സ് തകർക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളിൽ നിന്നും അയാളും അവളും എല്ലാം ഒളിപ്പിക്കുന്നതാണെങ്കിലോ എന്ന് പറയുന്നുണ്ട് കരുണ. അത് മോള് പറഞ്ഞതിൽ കാര്യമുണ്ട്. എന്തായാലും അവന് ഇടതുകാലിൻ്റെ ചലനശേഷി തിരിച്ച് കിട്ടിയിട്ടുണ്ടോ, ചലനശേഷി ചലിക്കാൻ തുടങ്ങിയോ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം കണ്ടെത്തണം. പിന്നെ അവനെ അധികം ചൊടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് അവൻ്റെ തളർന്നു കിടക്കുന്ന ഞരമ്പുകൾക്കൊക്കെ ചലനം തിരിച്ചു കിട്ടുന്നത് എന്നെല്ലാം പ്രതാപം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ചീഫ് എഞ്ചിനീയർ, അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് കൂടിയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിനോടാണല്ലോ കണ്ണൻ സകല സ്വത്തുക്കളും മഹാലക്ഷ്മിയുടെ പേരിലാക്കേണ്ട ആ ഡോക്യുമെൻറ്റ്സൊക്കെ തയ്യാറാക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം കമലേശ്വരം തറവാട് ഉൾപ്പെടെ എല്ലാ സ്വത്തുക്കളും മഹിയുടെ പേരിലാക്കിയതിൻ്റെ ആ ഡോക്യുമെൻറ്റ്സും കൊണ്ട് കമലേശ്വരത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് അസൂയോടും പകയോടും കൂടി നോക്കി നിൽക്കുകയാണ് ദുർഗയും ഉണ്ണിയും കരുണയും. അപ്പോൾ അദ്ദേഹത്തോടായിട്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, ഇത്ര പെട്ടെന്ന് സാരെല്ലാം ശരിയാക്കുമെന്ന് കരുതിയില്ല. കുറേ കാലമായിട്ട് മനസ്സിൽ ആലോചിച്ചിരുന്ന ഒരു കാര്യം, അങ്ങനെ അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഇന്നിവിടെ നടത്തിയിരിക്കുന്നത് എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ദുർഗയ്ക്കാണെങ്കിൽ കലുതുള്ളി കൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്നാലും ഇങ്ങനെയൊരു കൊലച്ചതി വേണ്ടായിരുന്നു കണ്ണ. നിൻ്റെ അനിയനല്ലേ ഉണ്ണി, അവനെങ്കിലും നീ എന്തെങ്കിലും കൊടുക്കുമെന്ന് കരുതിയെന്ന് പറയുമ്പോൾ അമ്മയുടെ പുന്നാര മരുമകൾക്ക് 2 വീട് ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ആ വീടുകൾ ഉണ്ണിക്കു കൂടി അവകാശപ്പെട്ടതാണ്. പിന്നെന്തിനാ ഞാനായിട്ട് അവനെന്തെങ്കിലും കൊടുക്കുന്നത്? പിന്നെ എല്ലാവരോടായിട്ട് ഒരു കാര്യം പറയാം, ഞാൻ ഇതിനു മുൻപ് പലതവണ പറഞ്ഞതാണ്, ഇനി എൻ്റെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും നിയന്ത്രിക്കുന്നത് എൻ്റെ ഭാര്യയായി മഹിയായിരിക്കും. ഇതുവരെ വാക്കുകൾ കൊണ്ട് മാത്രമേ ഞാനത് പറഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തോടെ അത് രേഖകളിലും നിലവിൽ വന്നു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ
ഉണ്ണിയാണെങ്കിൽ ഇത് ചൂടായിക്കൊണ്ട് മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ തൃപ്തിയായല്ലോ, ഇത് തന്നെയായിരുന്നില്ലേ നിങ്ങൾ ആരും അറിയാതെ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ആഗ്രഹവും? കണ്ണേട്ടനെ വശത്താക്കി ഈ സ്വത്തൊക്കെ സ്വന്തം പേരിലാക്കുക. എന്തായാലും ഞങ്ങളെക്കാളൊക്കെ മിടുക്ക് നിങ്ങൾക്കുണ്ട്. തുടർന്ന് ഉണ്ണിയോടായിട്ടും കണ്ണനോടായിട്ടും ഉണ്ണി പറയുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോ, ഈ സ്വത്തുക്കളൊക്കെ ഇവരുടെ പേരിലായതോടെ ഇനി ഇവർ നിങ്ങളെ ഉപേക്ഷിച്ച് വല്ലവരുടെയും കൂടെ പോകും. അന്നേ നിങ്ങൾ ഞങ്ങളോടൊക്കെ ചെയ്തതിന് പശ്ചാത്തപിക്കൂ, നിങ്ങൾക്കന്ന് കുറ്റബോധം തോന്നും എന്നെല്ലാം ഉണ്ണി പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുമ്പോൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയാണ് കേട്ടോ കണ്ണൻ. കാരണം മഹാലക്ഷ്മിയെക്കുറിച്ച് അധിക്ഷേപിച്ച് സംസാരിക്കുന്നത് കണ്ണൻ ഒട്ടും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ കണ്ണൻ ദേഷ്യത്തോടു കൂടി തന്നെ ഉണ്ണിയോട് പറയുന്നുണ്ട്, ഇനി നീ മഹിയെക്കുറിച്ച് അപമാനിച്ച് എന്തെങ്കിലും ഒരക്ഷരം പറഞ്ഞാലുണ്ടല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് കണ്ണൻ പെട്ടെന്ന് തന്നെ ആ ദേഷ്യത്തിൽ വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് ഉണ്ണിയുടെ കരണം അടിച്ചു പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ണൻ വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കുന്ന ആ ഒരു കാഴ്ച കണ്ട് ദുർഗയും ഉണ്ണിയും കരുണയും ഒക്കെ കണ്ണ് തള്ളി നിന്ന് പോവാണ്. മഹാലക്ഷ്മി ആണെങ്കിൽ സന്തോഷം കൊണ്ട് ആ ഒരു കാഴ്ച കണ്ട് കണ്ണുകൾ നിറഞ്ഞു പോവാണ് കേട്ടോ മഹിയുടെ. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ സൂപ്പർ ആയിട്ടുള്ള എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്